ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നതാണ് ഷീറ്റ് കണ്ടില്ലേ? ഏറ്റവും അടിയിൽ ഷീറ്റ് 1, ഏറ്റവും അടിയിൽ കണ്ടില്ലേ ഷീറ്റ്? ഞാൻ പറയുമ്പോൾ അതിന്റെ താഴേക്ക് മൗസ് കൊണ്ടുപോകണം, അല്ലെ പറയുന്നിടത്തേക്ക് കൃത്യമായിട്ട് കൊണ്ടുപോയാൽ മതി. ഷീറ്റ്, നമ്മൾ ഇന്ന് പറയുന്നത് ഷീറ്റുകളെ കുറിച്ചിട്ടാണ്. മാനേജിങ് ഷീറ്റ്, അതായത് നമ്മൾ ഒരു എക്സൽ ഷീറ്റ് എടുക്കുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഒരു ഷീറ്റ് അവിടെ കാണിക്കും, അതാണ് ഷീറ്റ് 1. ക്ലിയർ? ഇനി നിങ്ങൾക്ക് വീണ്ടും അടുത്ത ഷീറ്റ് വേണമെങ്കിൽ ആ പ്ലസ്മ ക്ലിക്ക് ചെയ്യാൻ മതി. പ്ലസ്മ ക്ലിക്ക് ചെയ്ത് അത് വീണ്ടും പ്ലസ്മ ക്ലിക്ക് ചെയ്ത് വീണ്ടും ക്ലിക്ക് ചെയ്ത് ഒരു 8-10 ക്ലിക്ക് ചെയ്ത് വെക്കാം. കണ്ട, എത്ര ഷീറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ആ, ഒന്നിന് പോട്ടെ, ആ സ്ക്രീനിന്റെ അപ്പുറത്തേക്ക് പോകാനാണ്. ഒന്നിന് പോട്ടെ. ഓക്കെ, ഇപ്പൊ അത്ര നിങ്ങൾക്കൊക്കെ മതി. ഇനി ഇതാണ് ഷീറ്റ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഷീറ്റ് 11ലേക്ക് പോകണമെങ്കിൽ 11 ക്ലിക്ക് ചെയ്യാം, അപ്പുറത്തേക്ക് ക്ലിക്ക് ആ ഷീറ്റിൽ പോയി. ഈ ഷീറ്റ് 4 പോകണമെങ്കിൽ 4 ക്ലിക്ക് ചെയ്യാം, 4 ക്ലിക്ക് ചെയ്തു. ഇനി സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ഒരു ആരോ ഉണ്ട്, ആരോമ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഷിഫ്റ്റ് അപ്പുറത്താരോ തൊട്ടപ്പുറത്താരോ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യമ ക്ലിക്ക് ചെയ്യാം, അപ്പൊ മൂവ് ചെയ്യും. ക്ലിക്ക് ചെയ്തോ. ലെഫ്റ്റിൽ അത് ക്ലോസ്, ക്യാൻസൽ. ഓക്കെ, ലെഫ്റ്റിൽ ആരോ ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ റൈറ്റ് സൈഡിൽ പ്ലസ് കണ്ടില്ലേ? പ്ലസിന്റെ അവിടെ ഒരു 3 ഡോട്ട് കണ്ടില്ലേ? ആ ഡോട്ടുമ്പോ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് പയ്യെ റൈറ്റിലേക്ക് വലതുവശത്തേക്ക് ഡ്രാഗ് കണ്ട. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കാണാം. വീണ്ടും ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ സ്ക്രീനിന്റെ ലെഫ്റ്റിലുള്ള ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഇല്ല, നമ്മൾ ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്തോ. റൈറ്റ് അല്ല അവിടെ ഇപ്പൊ പോയി തുടങ്ങി. ഒന്ന് ഇപ്പൊ പോയി, കണ്ട? മനസ്സിലായോ? മൂവ്. ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് കണ്ടോ? ഇനി നിങ്ങൾക്ക് എല്ലാ ഷീറ്റും അവിടെ കാണാം. ഏതെങ്കിലും പർട്ടിക്കുലർ ഷീറ്റിൽ പോകണമെങ്കിൽ ഇപ്പൊ ഷീറ്റ് 4ൽ പോകണമെങ്കിൽ 4 ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഓക്കെ അടിക്കുക, അപ്പൊ 4ലേക്ക് പോകും. കണ്ടോ? 4 അവിടെ സെലക്ട് ആയി. 4 സെലക്ട് ആയിണ്ടോ? 4 പോട്ടെ. 7 അടിക്കുക. എന്നിട്ട് 7 പോട്ടെ. മൗസ് പോട്ടെ 7 കണ്ട? 7 ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി. അത് ക്ലിയർ ആയാലോ? എന്താണ് ഷീറ്റ്, എങ്ങനെയാണ് മൂവ് ചെയ്യാൻ പിടിക്കാന്നുള്ളത്. ഇനി ഷീറ്റ് 1 നിങ്ങൾക്ക് അതിന്റെ പേര് മാറ്റാം. അത് എന്ത് ചെയ്യണം? ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് അവിടെ വേണമെങ്കിൽ കൊടുത്തോളൂ. സെയിൽസ് റിപ്പോർട്ട് നേക്കാം. സെയിൽസ് റിപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പേര് മാറ്റാം. ഇനി നിങ്ങൾക്ക് വീണ്ടും വേറെ രീതിയിൽ പേര് മാറ്റെങ്കിൽ വീണ്ടും സെയിൽസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് സെയിൽസ് റിപ്പോർട്ട് അടുത്ത് ചെയ്ത് സെയിൽസ് റിപ്പോർട്ട് 1 നിങ്ങൾക്ക് അങ്ങനെ പേര് മാറ്റാം. ഇനി ആ സെയിൽസ് റിപ്പോർട്ടിന് വീണ്ടും പേര് മാറ്റണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിക്കാൻ വേണമെങ്കിൽ ഷീറ്റ് 2ന്റെ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഷീറ്റ് 12 റൈറ്റ് ക്ലിക്ക് അടിക്കുക. അല്ല, ഷീറ്റ് റൈറ്റ്, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. കണ്ട? റീനെയിം മുകളിൽ പോവാം. അങ്ങനെ നിങ്ങൾക്ക് ഷീറ്റിന്റെ പേര് മാറ്റാം. അപ്പൊ മനാസ് ക്ലാസ് കഴിയുമ്പോഴേക്കും മനാസ് പഠിക്കും ശരിക്കും. ഓക്കെ, മനാസ് ലക്കാണ് അതില്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഷീറ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അവിടെ പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ഷീറ്റ് ആഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ആ സെയിൽസ് റിപ്പോർട്ടിന് അവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിച്ച് അവിടെ നിങ്ങൾക്ക് ഇൻസെർട്ട് ഉണ്ടോ? മുകളിൽ ഇൻസെർട്ട് ക്ലിക്ക് ചെയ്ത് വീണ്ടും അവിടെ ഷീറ്റ് വരും. അവിടെ അത് ഓക്കെ അടിക്കുക, വർക്ക് ഷീറ്റ് ഓക്കെ അടിക്കുക. അപ്പൊ സെയിൽ കണ്ടോ? എവിടെയാണ് ക്ലിക്ക് ചെയ്ത് അതിന്റെ തൊട്ടപ്പുറം ഒരു സെയിൽസ് വന്നു, ഷീറ്റ് 14 വന്നു അല്ലെ? ഇനി നിങ്ങൾക്ക് ആ ഷീറ്റ് 14 എന്ന് പറയുന്നത് ആ ഷീറ്റ് സെയിൽസ് റിപ്പോർട്ടും 1ന്റെ ഇടയിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ക്ലിക്ക് ചെയ്ത് അങ്ങനെയില്ല. കൺട്രോൾ പ്രസ് ചെയ്യാം. അത് കണ്ടോ? അവിടെ ഇടയിൽ കൊണ്ടുവിടും. അവിടെ കണ്ടോ? മനസ്സിലായോ? മൂവ് ചെയ്യുന്നത് മനസ്സിലായോ? ഇനി ഷീറ്റ് 14 എന്നുള്ളത് സെയിൽസ് റിപ്പോർട്ട് 1ഉം സെയിൽസ് റിപ്പോർട്ട് 2ന്റെ ഇടയിൽ പോകണം എന്ന് വിചാരിക്കുക. അപ്പൊ വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് മൂവ് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക. മൂവ് ചെയ്യില്ല, വെയിറ്റ്. അവിടെ ഒരു ആരോ കൊണ്ട് മൂവ് ഒന്ന് മോളോട്ടേക്ക് പൊക്കെ, മോളോട്ടേക്ക് റൈറ്റിലേക്ക് കൊണ്ട് വേണ്ട, ഒരു ആരോ മൂവ് ചെയ്യുന്നുണ്ടോ? ആരോ റൈറ്റിലേക്ക് പോട്ടെ, കൂടി പോട്ടെ. കണ്ട? അവിടെ വെച്ചാൽ അവിടെ വരും. വേണ്ട? ക്ലിയർ ആയോ എല്ലാവർക്കും? എങ്ങനെയാണ് മൂവ് ചെയ്യണമെന്ന് മനസ്സിലായോ? ഇല്ല. ക്ലിയർ? ഇനി ആ ഷീറ്റ് ഫസ്റ്റ് ഷീറ്റിലേക്ക് വന്നേ. ഫസ്റ്റ് ഷീറ്റിലേക്ക്
ഷീറ്റ് വന്നു, ഫസ്റ്റ് ഷീറ്റിലേക്ക് വന്നു. നിങ്ങൾ അവിടെ എന്തെങ്കിലും ഒരു ടേബിൾ ഉണ്ടാക്കി മുകളിൽ എന്തെങ്കിലും ഒരു നെയ്യും അവിടെ എഴുതുക, നെയ്യും അതേപോലെ തന്നെ ഏജ് എഴുതുക, ഏജ്. ഓക്കെ, അതിന്റെ നെയിമിന് താഴെ എഴുതുക അനസ്, അതിന്റെ ഏജിന്റെ അവിടെ 40. താഴെ എഴുതുക രാജ്, അനസിന്റെ താഴെ എഴുതുക, അനസിന്റെ താഴെ ഡിലീറ്റ് ചെയ്തോളെ. അനസിന്റെ താഴെ രാജ് 35. ഓക്കെ, അടുത്ത എഴുതുക ബാബു, വെരി ഗുഡ്, 45. ഓക്കെ, ഇനി ഇതൊരു ടേബിൾ ആണ്. ഞാൻ അത് നിങ്ങളെ നെയിം തൊട്ട് 45 വരെ ഒന്ന് സെലക്ട് ചെയ്ത് നെയിം തൊട്ട് 45 വരെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അത് ബോർഡർ ക്ലിക്ക് ചെയ്ത് തൊട്ട് മുകളിൽ കണ്ട അത് ഓൾ ബോർഡർ ആക്കുക, ഓൾ ബോർഡർ താഴേക്ക് വരും, ഓൾ ബോർഡർ. ഓക്കെ, ഞാൻ നെയിം ഏജും സെലക്ട് ചെയ്ത് നെയിം ഏജും സെലക്ട് ചെയ്യാം. എന്നിട്ട് മുകളിൽ A+ ഉണ്ടല്ലോ, സൈസ് കൂട്ടിയ ഫോണ്ടിന്റെ സൈസ് കൂട്ടുക. 11 കഴിഞ്ഞിട്ട് A+, അവിടെ അല്ല A+ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ടിരിക്കുക A+, ക്ലിക്ക് ചെയ്തോ ഒരു 5 ക്ലിക്ക് ചെയ്തോ. വെരി ഗുഡ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ നെയിമും ക്ലിക്ക് ചെയ്ത് നെയിമും മതി നെയിമും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ എ അടിക്കുക. അപ്പൊ ആ ടേബിൾ സെലക്ട് ആവും, കൺട്രോൾ എ. എന്നിട്ട് എന്ത് ചെയ്യുക, എയുടെയും ബിയുടെ അവിടെ ഉണ്ടല്ലോ, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എയുടെയും ബിയുടെ ഇടയിലുള്ള ബോർഡറിന്റെ അവിടെ എയുടെയും ബിയുടെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, മതി. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഹെഡറിലെ നെയിം ഏജിന് വേണേൽ ഒരു കളർ കൊടുക്കുക, നെയിമും ഏജും. അതല്ല കൺട്രോൾ സെഡ് അടിക്കും, കൺട്രോൾ സെഡ് അടിക്കും, കൺട്രോൾ സെഡ് അടിക്കും. ആ, ഒന്നുകൂടി കൺട്രോൾ സെഡ് അടിക്കും, ഒന്നുകൂടി അടിക്കും. മതി. ഇനി നെയിം ഏജ് മാത്രം സെലക്ട് ചെയ്യാം, മതി. ഞാൻ പറയണത് കേട്ടോ, നെയിമും ഏജും മാത്രം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഫില്ല് അടിക്കാം മുകളിൽ. വെരി ഗുഡ്, താഴേക്ക് വെച്ചു. ക്ലിയർ ആയാലോ? ഇത് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കി. ഈ ടേബിൾ ഇപ്പൊ ഷീറ്റ് 14 ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് റിപ്പോർട്ടും ഷീറ്റ് 14 കണ്ട, താഴെ ഷീറ്റ് കണ്ട, രണ്ടെണ്ണം, സെയിൽസ് റിപ്പോർട്ടും ഷീറ്റ് 14. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയിലൊന്ന് കൊണ്ടുവച്ചേ, അതൊന്ന് മൂവ് ചെയ്തേ, അതിനാണ് മൂവ് ചെയ്യുന്നത്. ഇട്ടു കണ്ട, ക്ലിയർ ആയി. ഷീറ്റ് 14 ക്ലിക്ക് ചെയ്തേ, കാരണം അതിലുണ്ടാവും ഷീറ്റ് 14 ക്ലിക്ക് ചെയ്ത് അതിലുണ്ടാകും ടേബിള്. ക്ലിയർ ആയോ? ഇനി സെയിൽസ് റിപ്പോർട്ട് എടുത്തേ, തൊട്ടപ്പുറത്ത് അതിലില്ല. നമ്മൾ മൂവ് ചെയ്തപ്പോഴാണ് കോപ്പി ചെയ്ത് മൂവ് ചെയ്ത് ഇതാണ് മൂവിങ് ആൻഡ് കോപ്പിങ്. മനസ്സിലായോ? ഇല്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഷീറ്റ് 14 ക്ലിക്ക് ചെയ്യാം. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ആരൊന്നും പറയാതെ, ആർക്കും മനസ്സിലാവണില്ലേ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ എങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഷീറ്റ് 14 അല്ലേ, താഴെ കണ്ട ഷീറ്റ് 14, അവിടെ നിങ്ങൾ ഇനി താഴെ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പേജ് അപ്പടിച്ച് കൺട്രോൾ പ്രസ് ചെയ്യുക, പേജ് അപ്പടിക്കുക, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പേജ് അപ്പ് ഉണ്ട്, പേജ് ഡൗൺ ഉണ്ട്, പേജ് അപ്പടിച്ച്. പേജ് അപ്പ് എവിടെയുള്ളത്? ഇതിലുണ്ട്, കീബോർഡിലുണ്ട്. PGUP എഴുതിയിട്ടുണ്ടാവും, പേജ് അപ്പ്. എല്ലാരും ചെയ്യണത് ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ സമയം തരാം. ഞാൻ എന്റെ PC-യിൽ ഇത് കിട്ടാത്തോണ്ട് ഞാൻ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ കേട്ടോ. ക്ലിയർ ആയോ? കൺട്രോൾ കണ്ടുപിടിച്ചോ? അതിന്റെ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പേജ് അപ്പ് അടിക്കുക. അപ്പൊ അടുത്തടുത്ത ഷീറ്റിലേക്ക് പോകും. പോണ്ടോ? പേജ് ഡൗൺ അടിച്ച് കൺട്രോൾ പിടിച്ചിട്ട് പേജ് ഡൗൺ അടിച്ച്. കൺട്രോൾ വിടരുത്, കൺട്രോൾ പ്രസ് ചെയ്ത് തന്നെ ചെയ്യണം. കൺട്രോൾ പ്രസ് ചെയ്ത് ആവുന്നില്ലല്ലോ. ഓക്കെ, സാധാരണ അത് ആവുന്നതാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ പേജ് അടിച്ചു കഴിഞ്ഞാൽ ഷിഫ്റ്റ് അമർത്തണോ? കൺട്രോൾ വേണ്ട, വെറും കൺട്രോൾ പേജ് ഡൗൺ. ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല. ഇനി അടുത്തത് നിങ്ങൾ ഷീറ്റ് 14 നിങ്ങൾക്ക് റീനെയിം ചെയ്യാം. അവിടെ ഷീറ്റ് 14 ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക. അങ്ങനെയും ചെയ്യാം, റൈറ്റ് ക്ലിക്ക് അടിക്കുക. നിങ്ങൾക്ക് റീനെയിം ചെയ്യാനാണ്.
ഇനി നിങ്ങൾക്ക് അത് അറിയുകയും ചെയ്ത് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. എന്താ പേര് കൊടുക്കേണ്ടത്? എന്തെങ്കിലും നിങ്ങളിപ്പോ ഒരു സെയിൽസ് ഇത് കൊടുക്കുക വേണമെങ്കിൽ ഇൻകം റിപ്പോർട്ട്. ഓക്കെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടാബ് കളർ ചെയ്യാം. കളർ ചെയ്യണ എങ്ങനെയാ? ആ ഇൻകം റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിക്കുക. റൈറ്റ് ക്ലിക്ക്, എന്നിട്ട് അവിടെ കളർ ആണ്, ടാബ് കളർ. ഇഷ്ടമുള്ള കളർ കൊടുത്ത് ബ്ലൂ കൊടുക്കുക. ബ്ലൂ ആണ്ടാ. ഇനി നിങ്ങൾ ആ ഷീറ്റ് 14 ക്ലിക്ക് ചെയ്തേ. കണ്ട, അപ്പൊ ഫുൾ ബ്ലൂ അവിടെ കാണിക്കും. ഇനി ഇൻകം റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഷാഡോ പോലെ കാണിക്കും. ക്ലിയർ ആയോ? ഇനി ഷീറ്റ് 14 റൈറ്റ് ക്ലിക്ക് അടിച്ച് കളർ കൊടുത്തേ. ഇഷ്ടമുള്ള വേറെ കളർ കൊടുക്കുക, അത് തന്നെ കൊടുക്കാം. കണ്ട, അതൊരു ഷാഡോ കാണിക്കും. സെയിൽസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തേ, തൊട്ടപ്പുറത്തേല് കണ്ട, അപ്പൊ അവിടെ ഫുള്ള് കാണിക്കും. മനസ്സിലായോ? ഇല്ല മനസ്സിലായോ? ഇനി ആ സെയിൽസ് റിപ്പോർട്ട്, അത് ഷീറ്റ് 14 കഴിഞ്ഞോളെ സെയിൽസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിച്ച് അവിടെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. കണ്ടോ? ഇനി വീണ്ടും ഷീറ്റ് 14 ബ്രാക്കറ്റ് 2 അത് ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഏറ്റവും ടോപ്പിൽ കണ്ട ഡിലീറ്റ് സെല്ല് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കണ്ട, സെല്ല് ഏറ്റവും ടോപ്പ് റൈറ്റിൽ കണ്ട സെല്ല്, ഏറ്റവും ടോപ്പ് റൈറ്റിൽ കണ്ട സെല്ല് ഇൻസേർട്ട്, അവിടെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ ഡിലീറ്റ് ഷീറ്റ് ഉണ്ട് ഏറ്റവും ഡിലീറ്റ് ഷീറ്റ്. അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ക്ലിയർ ആവുണ്ടോ? ഇല്ല, എല്ലാവർക്കും മനസ്സിലാവണ്ടോ? ഞാൻ ഇത്തിരി സ്പീഡിൽ പോണതാണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഗുഡ്. ഇനി ഇതിന്റെ റെക്കോർഡ് കിട്ടും. റെക്കോർഡ് കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. മനസ്സിലായി? ഞാൻ ഇത്തിരി സ്പീഡിൽ പോവാണ് നമ്മൾ. ഓക്കെ. മൂവിങ്, കോപ്പിയിങ്, മൂവ് സെറ്റ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഷീറ്റ് 14 ബ്രാക്കറ്റിൽ 4 അത് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിക്കാം. അവിടെ ഹൈഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഇനി വീണ്ടും അവിടെ സെയിൽസ് റിപ്പോർട്ട് 1 അവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച് അവിടെ അൺഹൈഡ് ചെയ്യാം. അപ്പൊ തിരിച്ചു വരും. കണ്ട, ഏതാണ് അൺഹൈഡ് ചെയ്യണം? അതല്ല, അപ്പൊ തിരിച്ചു വരും. ഹൈഡും അൺഹൈഡും മനസ്സിലായോ? ഓക്കെ. ഞാൻ ഒരു ഡേറ്റ തരാം. അത് നിങ്ങൾക്ക് വേണേൽ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് കുഴപ്പമില്ല. എന്തായാലും മനാസ് അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. സ്ക്രീൻ ഷെയർ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യട്ടെ. ഇല്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ അയച്ചിട്ടുണ്ട് ചാറ്റില്. ഡൗൺലോഡ് ചെയ്താ? ഡൗൺലോഡ്. അതൊന്ന് എടുത്തേ. കുറച്ചുകൂടി ഡേറ്റ കിട്ടും. സർ ഇതല്ല. ഇത്രയുള്ളൂ? ഓക്കെ, ഞാൻ വേറെ തരാം. സോറി, അത് കളഞ്ഞോ. വേറെ കുറച്ച് ഡേറ്റ തരാം. അത് കുറച്ചുണ്ട്. ടുഡേ ന്യൂ ലീഡ്. പക്ഷെ ഇതിൽ കുറെ ഡേറ്റ കാണിച്ചിട്ടുണ്ടാവും. ന്യൂ ലീഡ് ഇതിൽ കുറെ ഉണ്ട്. ഓക്കെ, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് അടുത്ത് അയച്ചിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് പെട്ടെന്നോട്ടെ. ഓക്കെ, ഇതൊന്ന് മാക്സിമൈസ് ചെയ്തത്. ഓക്കെ, മാക്സിമൈസ് ആണ്. കറക്റ്റ്. അത് 100% ആക്കി. 100% ആക്കി സൂമിൻ്റെ കൂടെ.
100% ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആ എ തൊട്ട് എ എന്ന് പറഞ്ഞ കോളം കണ്ടോ, ആ മുകളിൽ നിന്ന് തൊട്ട് എ തൊട്ട് കെ വരെ സെലക്ട് ചെയ്യുക. മുകളിൽ നിന്ന് കോളം സെലക്ട് ചെയ്യുക. അത് അങ്ങനെയല്ല, ഏമ കൊണ്ട് ക്ലിക്ക് ചെയ്ത് അങ്ങനെയല്ല ഞാൻ പറയാം. എ കണ്ട എ തുടക്കത്തെ ഫസ്റ്റ് ആ താഴേക്കുള്ള ആരോ ഉണ്ട്, ഏമ കൊണ്ട് മൗസ് ഏമയ്ക്ക് പോട്ടെ. ആ അവിടെ ക്ലിക്ക്, അങ്ങനെ ക്ലിക്ക് ചെയ്യും. ഇനി രണ്ട് റൈറ്റിലേക്ക് എടുക്കുക, റൈറ്റിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. അത് തന്നെ കെ വരെ. അണ്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഡിലീറ്റ് അടിക്കുക. വെരി ഗുഡ്, ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം ABC എന്നുള്ള മൊത്തം സെലക്ട്, നേരത്തെ ഇപ്പൊ ചെയ്ത സെയിം പ്രാക്ടീസ് ചെയ്യുക ഒന്നുകൂടി. ഞാൻ ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം, നിങ്ങൾ ശരിക്കും ചെയ്ത് പഠിക്കാനുണ്ട് എല്ലാവരും കേട്ടോ. അല്ലല്ല, ഏന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും സ്റ്റോപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യും. അത് തന്നെ, മനസ്സിലായോ? സ്ക്രോൾ ചെയ്ത് പോട്ടെ, വിടരുത്. ഒന്നര ക്ലിക്ക് പുറത്ത് ക്ലിക്ക് ചെയ്യാം. റൈറ്റിലേക്ക് പോട്ടെ മതി, പോട്ടെ. ക്ലിയർ ആയില്ലോ? അങ്ങനെയാണ് സ്ക്രോൾ ചെയ്യേണ്ടത്. ഇനി വേറെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. കൈവിട്ടോ. അതിന്റെ ഉള്ളിലുള്ള ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ആ കണ്ടന്റ് ഉള്ള കൺട്രോൾ അടിച്ച് കണ്ട, അപ്പൊ അത്ര മാത്രം സെലക്റ്റഡ് ആവും. ക്ലിയർ ആയോ? അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നതാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ആ എയുടെയും 1-ന്റെയും മുകളിൽ ഒരു കോർണർ ഉണ്ടോ? എയുടെയും 1-ന്റെയും മുകളിൽ ഇടയിൽ ടോപ്പ് ലെഫ്റ്റിൽ ഒരു കോർണർ ഉണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ആവും മൊത്തം. ക്ലിയർ? ഇനി വീണ്ടും ആ പ്ലാറ്റ്ഫോമിനോട് ക്ലിക്ക് ചെയ്ത് പ്ലാറ്റ്ഫോം മുകളിൽ കണ്ടന്റിന്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് എവിടെയെങ്കിലും കണ്ടന്റിന്റെ അകത്ത് ക്ലിക്ക് ചെയ്തോ. കണ്ടന്റിന്റെ അകത്ത് കൺട്രോൾ അടിച്ച് അപ്പൊ ആ കണ്ടന്റ് സെലക്ട് ആവും. ഇനി ആ എയുടെയും ബിയുടെയും ഇടയിലുള്ള ബോർഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യും. ഉള്ളില് കൺട്രോൾ സെലക്ട് ചെയ്യുക, കൺട്രോൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എയുടെയും ബിയുടെയും നടുക്കുള്ള ബോർഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എയുടെയും ബിയുടെയും നടുക്കുള്ള അവിടെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്. എന്താണ് ആ എയുടെയും ബിയുടെയും ഇടയിൽ ബിയുടെ സിയുടെ ഇടയിൽ ഡബിൾ ക്ലിക്ക്. ഇപ്പൊ കണ്ടോ? മനസ്സിലായി? സിയുടെയും ഡിയുടെ ഇടയിൽ ക്ലിക്ക് ചെയ്തേ. ആ ബോർഡറിൽ എഡ്ജിലല്ല കൊണ്ട് ക്ലിക്ക് ചെയ്യണ്ട. ബോർഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ വരും. അവിടെ അല്ലെന്ന് കുറച്ചും കൂടി മോളോട്ടേക്ക് പൊക്ക്. അവിടെയാണ്. അങ്ങനെയാണ് ചെയ്ത് പഠിക്കുന്നത്. ശരി, ഇങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്താണ് ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും ഒരു പിടുത്തം കിട്ടിയോ? ചെറുതായിട്ട് എന്താണ് ഷീറ്റ്, എങ്ങനെയാണ് കളർ കൊടുക്കണത്, എങ്ങനെയാണ് മൂവ് ചെയ്യണത്, എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യണത്, അത്യാവശ്യം ഐഡിയ കിട്ടിയോ എങ്ങനെയാണ് ഹൈഡ് ചെയ്യണത്? ഓക്കെ. ഇനി നമുക്ക് ഈ ഷീറ്റിലുള്ള ഇതിന് നമ്മൾ വേറെ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് പലതരത്തിലുള്ള വ്യൂസ് ഉണ്ട്. ഓക്കെ, ഈ ഷീറ്റിന്റെ തന്നെ വ്യൂസ് ഉണ്ട്. ആ വ്യൂസ് നമുക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ വ്യൂ കണ്ടോ? വ്യൂ ആ ടാബുലറി കണ്ടോ? ടാബ്സി കണ്ടോ? ഹോം, ഇൻസേർട്ട്, അവിടെ ക്ലിക്ക് ചെയ്യും. അവിടെ എല്ലാവരും ശ്രദ്ധിക്കണോട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നിങ്ങൾ ന്യൂ വിൻഡോ എന്ന് കണ്ട, ന്യൂ വിൻഡോ. റൈറ്റിലേക്ക് പോട്ടെ. ഇതേ പോണം. ലെഫ്റ്റിലേക്ക് പോട്ടെ, പയ്യെ ലെഫ്റ്റിലേക്ക്, ഒന്നും കൂടി ലെഫ്റ്റ്, ന്യൂ വിൻഡോ, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ അറിയാണ്ട് തന്നെ ഒരു വിൻഡോ അവിടെ വന്നിട്ടുണ്ട്. ഇത് ഇപ്പൊ ഈ വിൻഡോ മിനിമൈസ് ചെയ്തേ. ഈ വിൻഡോ മിനിമൈസ് ചെയ്യാം. അതല്ലേ മിനിമൈസ്, അതല്ലേന്നോ മിനിമൈസ് ചെയ്യും. നേരത്തെ ഒന്നും കൂടി എടുത്ത ആ സാധനം എടുത്ത്, ആ ഷീറ്റ് എടുത്തേ. രണ്ട് പ്രാവശ്യം അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ട് വിൻഡോ വന്നിട്ടുണ്ട്. ന്യൂ വിൻഡോ എന്ന് കൊടുത്തപ്പോ ഇതിന്റെ തന്നെ കോപ്പി അവിടെ ക്രിയേറ്റ് ആയി. നിങ്ങളെ താഴെ എക്സലിലേക്ക് വന്നേ. താഴെ ഏറ്റവും അടിയിൽ കണ്ടോ? രണ്ടെണ്ണം കണ്ടോ? അതിന്റെ അപ്പുറം കണ്ടോ? അപ്പുറത്തേക്ക് മൗസ് പോട്ടെ, താഴേക്ക് ഒന്നുകൂടി താഴേക്ക് വന്നേ.
അവിടെ എടുക്കുക. കണ്ടോ ഏറ്ററ്റത്ത് എടുത്ത് ഏറ്ററ്റത്ത് എക്സൽ ഓപ്പൺ ചെയ്തേ. അപ്പുറത്ത് ഏറ്ററ്റത്ത് അപ്പുറത്തേക്ക് പോട്ടെ പോലെ ശരി പോണം. റൈറ്റിലേക്ക് പോട്ടെ. റൈറ്റിലേക്കാണ് വേണ്ടത്. ആ അപ്പുറം കണ്ടോ പോണം. ഒന്നും കൂടി എക്സൽ എടുത്തേ. അപ്പുറത്ത് അതുമ്മ ക്ലിക്ക് ചെയ്യാണ് ഈ പറയുന്നത്. കണ്ട ഇതും ഇനി വീണ്ടും താഴത്തെ എടുത്ത സെയിം തന്നെ. തൊട്ട് ഇപ്പുറത്തേമ ക്ലിക്ക് ചെയ്യാം. അത് കണ്ട് രണ്ടും സെയിം ആണ്. ആ ന്യൂ വിൻഡോ എടുത്തപ്പോ സെയിം ആയി എന്നാണ് പറയുന്നത്. ക്ലിയർ? ഇനി ഇതിന്റെ വ്യത്യാസം പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ആ സെലക്ട് യുവർ പ്രൊഫഷൻ എന്ന് പറഞ്ഞ കോളം കണ്ടോ? അതൊന്ന് സെലക്ട് ചെയ്ത് രണ്ടാമത്തെ കോളം അവിടെ തൊട്ട് താഴേക്ക് സെലക്ട് ചെയ്യും. അങ്ങനെയല്ല, കൺട്രോൾ ഇസഡ് അടിക്കി. സെലക്ട് ചെയ്യാൻ അറിയില്ല. കൺട്രോൾ ഇസഡ് ആ സെലക്ട് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് പോവാ. ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരാ. അവിടെ അല്ല, അതല്ല, സെന്ററിൽ ക്ലിക്ക് ചെയ്യാം. സെലക്ട് യുവർ പ്രൊഫഷന്റെ സെന്റർ. ഒന്നും കൂടി സെലക്ട് യുവർ പ്രൊഫഷന്റെ സെന്ററിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ അല്ല മോനെ, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് താഴേക്ക് വരും. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അതാണ് സെലക്ട് ചെയ്യുക. വെരി ഗുഡ്. താഴത്തേക്ക് പോട്ടെ. ദേ വലിക്കുന്നു. അവിടെ വെച്ച് വലിക്കരുത്. എന്റെ പി സി ഇല്ല. താഴേക്ക്. അത്രോളം പരിപാടി. ഇനി അത് ഹോം ടാബിലേക്ക് വന്ന് ഹോം ടാബിലേക്ക് ഏറ്റവും മുകളിലേക്ക് പോ. ഹോം ടാബ്. എന്നിട്ട് അതിൽ ഫില്ല് ചെയ്യുക. ആ ഫില്ല് എടുത്ത് താഴെ കണ്ടില്ല ഒരു ബ്ലൂ ഫിൽ കളർ, അതിന്റെ അപ്പുറം അതാണ് ഫില്ല് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾ ആ ന്യൂ വിൻഡോയിൽ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നിങ്ങൾ ആ ന്യൂ വിൻഡോ എടുത്ത് കണ്ട അപ്പുറം കണ്ട അവിടെ ആ എഫക്റ്റ് വന്നു. ഇപ്പൊ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. ക്ലിയർ ആയോ? എന്താണ് ന്യൂ വിൻഡോന്റെ ഫീച്ചർ മനസ്സിലായോ? ഇല്ല. നമ്മള് ന്യൂ വിൻഡോയില് ചെയ്യുന്ന ന്യൂ വിൻഡോ, അതായത് അതിലുള്ള സെയിം സംഭവം നമ്മൾ ആദ്യത്തെ ടാബിലുള്ള അതേ സംഭവം നമ്മൾ രണ്ടാമത് കോപ്പി ആയിട്ട് ന്യൂ വിൻഡോയിൽ വരും. ആദ്യത്തെ വിൻഡോയിൽ എന്തൊക്കെ കറക്ഷൻ ചെയ്യണം ഓട്ടോമാറ്റിക് ആ വിൻഡോയിൽ ആപ്ലിക്കബിൾ ആവും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ കോപ്പി ഒക്കെ എടുത്ത് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അത്. മനസ്സിലായില്ലല്ലോ? മനസ്സിലായി സാർ. ഇനി ഒന്നും കൂടി വ്യൂസ് എടുത്തേ. വ്യൂ മുകളിൽ, ഏറ്റവും മുകളിൽ. മനാസ് ഇത് ചെയ്യുന്നതോടുകൂടി മനാസ് എക്സ്പെർട്ട് ആവും കേട്ടോ. ഓക്കെ. ഇനി അവിടെ അറേഞ്ച് ഓൾ എന്നുണ്ടോ? ന്യൂ വിൻഡോ കഴിഞ്ഞിട്ട് അറേഞ്ച് ഓൾ. അത് ക്ലിക്ക് ചെയ്ത് അല്ല അവിടെ ഇതിന് സംഭവിച്ചാണ്. അത് ക്ലോസ് ചെയ്ത് അല്ല അത് വെയിറ്റ് ചെയ്യാം. അവിടെ വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ്. അത് ഞാൻ പറയാം. ഓക്കെ. അവിടെ സ്പ്ലിറ്റ് എന്നുണ്ടോ? സ്പ്ലിറ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. കണ്ടോ? ഈ വിൻഡോനെ സ്പ്ലിറ്റ് ആക്കിയവര്. ക്ലിയർ ആയോ? അപ്പൊ ഈ ലെഫ്റ്റിലൊരു ഇത് കണ്ടോ? സെലക്ട് യുവർ പ്രൊഫഷൻ എന്ന് പറയുന്നത് അതൊരു ഭാഗമാക്കി. അതിന്റെ ഇപ്പുറം സെലക്ട് യുവർ പ്രൊഫഷൻ. അതൊരു ഭാഗം. അതിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് യുവർ പ്രൊഫഷന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കണ്ടോ? ഇനി അത് ഇപ്പുറത്തെ 4 ഭാഗമായിട്ട് ഇതിനെ തിരിച്ചേക്കാണ്. ഇനി ഒന്നും കൂടി ഇപ്പുറത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഇപ്പുറത്തെ ബോക്സിൽ അത് ഓരോ ഭാഗങ്ങളാണ്. ഇതിന്റെ ശരിക്കും വ്യത്യാസം അറിയണമെങ്കിൽ എന്തുകൊണ്ട് ചെയ്യണമെന്ന് അറിയുമോ? ആ സ്പ്ലിറ്റിന്റെ അവിടെ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് അപ്പൊ അത് പൊക്കോളും. ഓക്കെ. മനാസ് എന്തുകൊണ്ട് ചെയ്യണമെന്ന് അറിയാമോ? ആ 17 റോ ഒന്ന് കോപ്പി ചെയ്തേ. എങ്ങനെ കോപ്പി ചെയ്യും? അവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ എ അടിക്കുക. കൺട്രോൾ എ. എന്നിട്ട് ആ 18ാമത്തെ റോയിൽ ഒന്ന് കോപ്പി ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഉള്ളില് ആ സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യും. 18 കഴിഞ്ഞിട്ടുള്ള സെല്ല് അവിടെ അല്ല മോനെ, 19 ആണ്. അല്ലല്ല, ആ എയിലുണ്ടോ 18A അവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലല്ല, ഞാൻ പറഞ്ഞുതരാം. അതല്ല, ഒരു മിനിറ്റ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യാനാണ്. കൺട്രോൾ V. കോപ്പി ചെയ്യുക. കൺട്രോൾ C ചെയ്യുക. അവിടെ പേസ്റ്റ് ചെയ്യുക. അതെ, അവിടെ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ചെയ്യുക. മതി.
ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് ഈ പറയുന്നത്. ഞാൻ എസ്കേപ്പ് അടിച്ചേ, പോയി. ഒന്നുകൂടി കൺട്രോൾ വഴി അടിക്കും. ആൾക്കാർക്കൊന്നും അറിയില്ല. പോണു. ഇനിയിപ്പോ അത് ക്ലിക്ക് ചെയ്ത് എക്സൽ പൊട്ടിത്തെറിക്കുമെന്ന് എന്റെ പേടി. അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്. ക്ലിയർ ചെയ്തൂടെ സർ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇനി ഒന്നും കൂടി അതിന്റെ ഉള്ളിൽ വെച്ച് കൺട്രോൾ ആ കണ്ടന്റിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യും. കണ്ടന്റിന്റെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യും. അവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ സി അടിക്കുക, കോപ്പി ചെയ്യുക. എന്നിട്ട് താഴെ കൊണ്ടുപോയി 18ന്റെ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ വി. മതി. ഇനി ഒന്ന് നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. ഈ ഷീറ്റിന്റെ പുറത്ത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തോളൂ, കാരണം അപ്പൊ അത് ശരിയായി. ഇനി ഒന്നും കൂടി പുറത്തുകൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യും. വേണ്ട, അപ്പൊ അത് പോയി. ഇതെല്ലാം ആവശ്യമായിരുന്നേ. ഓക്കെ. നിങ്ങൾ ധൃതി പിടിച്ച് കിട്ടില്ല. മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഒരുപാട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട. പ്രാക്ടീസ് ചെയ്യാൻ തന്നെയാണ് ഇപ്പൊ ഈ കാണുന്നത്. നിങ്ങൾ ഷീറ്റുകളും ഡേറ്റകളും എടുത്ത് കൈകാര്യം ചെയ്യാൻ പഠിക്കണം നല്ല രീതിയിൽ. എങ്ങനെ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് വേറെ ഒരു മെത്തേഡ് ഇല്ല അതിന്. ഓക്കെ. ഇനി നിങ്ങൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം ഡേറ്റയുടെ സൈസ് ഒന്ന് കൂട്ടാം. അവിടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ചെയ്യാതിരിക്കുക. ഓക്കെ. എന്നിട്ട് മുകളിൽ ആ ഫോണ്ട് സൈസ് ഉണ്ടല്ലോ, അവിടേക്ക് പോട്ടെ. പ്ലസ് അടിച്ചോളൂ. അടിക്കുക. കൂട്ടാ, സൈസ് കൂട്ടിക്കോളൂ. മതി. ഇങ്ങനെ ഇരിക്കട്ടെ. മതി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അവിടെ വെയിറ്റ് ചെയ്യുക. ആ ബിയുടെയും സിയുടെ ഇടയിലുള്ള ബോർഡറിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി ഒന്നും കൂടി ആ ഏമ ഡബിൾ ക്ലിക്ക് ചെയ്ത് എയുടെ ബിയുടെ ഇടയിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ വേറൊരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് നിങ്ങൾ ആ അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്തേ, മൂവ് ചെയ്യും. അല്ലല്ല അങ്ങനെയല്ല. എയുടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് പോട്ടെ. വേണ്ട, ഒന്നും ചെയ്യണ്ട. ശരിക്കും ഇരിക്കട്ടെ. നിങ്ങൾ ഏടെ അവിടേക്ക് മൗസ് കൊണ്ടുവന്ന് വെയിറ്റ് ചെയ്യ്. ക്ലിക്ക് ചെയ്താ മതി. അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടോ, റൈറ്റ് സൈഡിലേക്ക് റൈറ്റിലേക്ക് നിങ്ങൾ താഴേക്ക് വലിക്കണേ. ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ മൗസ്. നിങ്ങൾ താഴേക്കാണ് മൗസ് മൂവ് ചെയ്യുന്നത്. താഴേക്ക് വന്നു. എടാ വലത്തുവശത്തേക്ക് പോട്ടാ. മൗസ് ഇല്ല, ഇതാണ്. വേണ്ട, വിട്. ശരി, പോട്ടെ. ക്ലിയർ. ഇനി ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് റോ ഒന്ന് സെലക്ട് ചെയ്ത് ഒന്നുമ്മ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഫോണ്ട് കളർ ഒന്ന് മാറ്റി. അപ്പുറത്തെയാണ് ഫോണ്ട് കളർ. എടാ ക്ലിക്ക് ചെയ്യടാ. അതാണ് ഫോണ്ട് കളർ. ഈ താഴെ കൊണ്ടേ ക്ലിക്ക് ചെയ്യും. ഒരു കമ്പ്യൂട്ടർ പോലും കുത്താൻ അറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് വ്യൂമ ക്ലിക്ക് ചെയ്യുക. വ്യൂ. എന്നിട്ട് അവിടെ ഫ്രീ സ്പാൻ ഉണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അല്ല, അതിന്റെ താഴെ അവിടെ ക്ലിക്ക് ചെയ്യുക. അടിയിൽ അതുണ്ടോ, ഒരു മിനിറ്റ് ആ ഒരു ഇത് കണ്ടോ, അവിടെയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കാണിക്കുന്നത്. ഫ്രീസ് ടോപ്പ് റോ എന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ടോപ്പ് റോ ഫ്രീസ് ആയി. ഇനി നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റൈറ്റ് സൈഡ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. കണ്ടോ? അപ്പൊ മുകളിൽ ആ സാധനം അവിടെ തന്നെ പെർമനന്റിൽ നിൽക്കാണ്. മനസ്സിലായ ആർക്കെങ്കിലും? ഇല്ല. മനസ്സിലായല്ലോ? എനിക്ക് എന്തെങ്കിലും മനസ്സിലായി. ഓക്കെ. ഇനി ഒന്നും കൂടി നിങ്ങൾ ഫ്രീ സ്പാൻ ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്യുക. അത് തന്നെ
ഫ്രീസ് ഫസ്റ്റ് കോൾ എടുത്ത്. ഇനി ആ ലെഫ്റ്റിലായിട്ട് അടിയിലത്തെ സ്ക്രോളില്ലേ അത് റൈറ്റിലേക്ക്, അത് മുകളിൽ തന്നെ പോട്ടെ. എടാ അടിയിൽ ഒരു സ്ക്രോൾ ഇല്ലടാ, ലെഫ്റ്റ് അടിയിൽ. അതങ്ങനെ നിൽക്കട്ടെ. ഏറ്റവും അടിയിൽ കണ്ടില്ലേ ഒരു സ്ക്രോൾ ബാർ? ഇതാണ്. അതല്ലടാ, അടിയിൽ കണ്ടില്ല? അടിയിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കണത്. താഴേക്ക് പോ മൗസ്, എന്നിട്ട് റൈറ്റിലേക്ക് പോട്ടെ മൗസ്. മൗസ് നീങ്ങാ മതി, വേറെ ഒന്നും ചെയ്യണ്ട. മൗസ് മൂവ് ചെയ്. ഓക്കെ ഓക്കെ ഓക്കെ. എക്സലിനെ പറ്റി അങ്ങനെ അറിയില്ല, ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി ലെഫ്റ്റിലേക്ക് നീക്കി. കണ്ട? അപ്പൊ ആ ലെഫ്റ്റിലുള്ള അത് അവിടെ എന്ത് നിൽക്കണോ? പെർമനന്റ് ആയിട്ട് നിൽക്കും. ക്ലിയർ? മനസ്സിലായോ? എല്ലാവർക്കും കിട്ടണ്ടോ? ഓക്കെ. ഇനി ലെഫ്റ്റിലെ റൈറ്റിലെ നമുക്ക് പെർമനന്റ് നിർത്താം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ വർക്കിംഗ് പ്രൊഫഷണൽസ് ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ വർക്കിംഗ് പ്രൊഫഷണൽസ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം വീണ്ടും ഫ്രീസ് പാൻ ക്ലിക്ക് ചെയ്ത്, എന്നിട്ട് ഫസ്റ്റ് അൺഫ്രീസ് പാൻ അടിച്ച്. അതല്ല, അത് അൺഫ്രീസ് ആണ്. ഒന്ന് IG ക്ലിക്ക് ചെയ്ത്, ഇൻസ്റ്റാഗ്രാമിന്റെ IG ക്ലിക്ക് ചെയ്ത്, പ്ലാറ്റ്ഫോമിന്റെ താഴെ IG ലെഫ്റ്റ് 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 അവിടെ ആദ്യത്തെ ക്ലിക്ക് ചെയ്യും IG. ഇനി ഒന്നും കൂടി ആ ഫ്രീസ് പാനിലേക്ക് പോട്ടെ. ഫ്രീസ് അതുമ്മ ക്ലിക്ക് ചെയ്യാം. അതുമ്മ ക്ലിക്ക് ചെയ്താല് ലെഫ്റ്റിലുള്ളതും ടോപ്പിലുള്ളതും എന്താവും? ഫ്രീസ് ആവും. ഇനി നിങ്ങൾ റൈറ്റ് സൈഡ് കണ്ടോ? അതായിട്ടില്ലല്ലോ. റൈറ്റ് സൈഡ് താഴേക്ക് താത്തി. അത് വന്നു അല്ലേ? അത് ഓക്കെ ആയിട്ടുണ്ട്. മോളിൽ പോട്ടെ. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫ്രീസ് പാൻ. മറ്റേ നിങ്ങളൊന്ന് ക്ലിക്ക് ശരിയായിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പേജുകൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ളതും അതേപോലെ ഫ്രീസ് ചെയ്യാനുള്ളതും ന്യൂ വിൻഡോ. കുറച്ചൊരു ഐഡിയ കിട്ടിയോ? ഇല്ല, എല്ലാരും കിട്ടിയോ? കിട്ടില്ല? ഒന്നിനും പറയണോ? മനസ്സിലായി. ഓക്കെ. അടുത്തത് ഇനി നിങ്ങള് ബാക്കിയുള്ളവരൊന്നും കുറച്ച് ചെയ്തോളൂ. ഞാനിവിടെ ഒരു നമുക്ക് വേണമെങ്കിൽ ഈ ടേബിളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ടേബിളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഈ ടേബിളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. പക്ഷെ ആള് മനാസിനെ വിചാരിച്ച സ്പീഡ് വരുന്നില്ല. എനിക്കാണ് എന്റെ എക്സെല് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ, ബാക്കി എക്സെല് ഇപ്പൊ പുതിയതായി പഠിക്കുന്നത്. എല്ലാം പഠിക്കണം, ഇതൊക്കെ ഇത് അറിയണ്ടേ. കമ്പനി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ സ്പീഡായി വരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല കുഴപ്പമില്ല, ഡോണ്ട് വറി. ഒന്നും കൂടി ആ ഇൻസ്റ്റാഗ്രാമിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് IG ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ അടിച്ച്, എന്നിട്ട് ആ ഹോം ക്ലിക്ക് ചെയ്ത് ഹോം, എന്നിട്ട് ആ സൈസ് ഒന്ന് കുറച്ച് അവിടെ കുറയ്ക്കുക. കുറയ്ക്ക്. മതി മതി, ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ. കുറച്ചും കൂടെ ഒന്ന് കൂട്ട്, വളരെ ചെറുതായി. ഓക്കെ. എന്നിട്ട് അവിടെ ആ സെലക്ട് ദ കോഴ്സ് ഓർ സർവീസ് യു ആർ ഇൻട്രസ്റ്റഡ് എന്നില്ല, ആ ഹെഡിങ് മോളിൽ നിന്ന് ക്ലിക്ക് ചെയ്യും. മോളിൽ നിന്ന് അതിന്റെ ഹെഡിങ്ങിന്റെ അവിടെ നിന്ന് അതിന്റെ മോളിൽ നിന്ന് സീഡ് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ സീഡ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് മൊത്തത്തിൽ കിട്ടും. അണ്ട് റൈറ്റ് ക്ലിക്ക് അടിച്ച് അത് ഡിലീറ്റ് ചെയ്യാം. കണ്ട? അപ്പൊ അത് അങ്ങോട്ട് പോകുന്നു. ഇനി അതിന്റെ ഏറ്റവും അറ്റത്ത് കണ്ട ലീഡ് സ്റ്റേറ്റസ്, അതുപോലെ തന്നെ ലീഡ് ഐമ ക്ലിക്ക് ചെയ്യുക. ഐമ അതാണ് കോളം. കണ്ട? മൊത്തം സെലക്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. ഇനി അതും ഇൻബോക്സ് URL ഉണ്ടോ? HM ക്ലിക്ക് ചെയ്യുക. HH റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ. ഇനി ജോബ് ടൈറ്റിൽ അതുപോലെ തന്നെ ചെയ്യുക.
ആ ഡിലീറ്റ് അടിക്കുക. ഓക്കെ, ഇമെയിലും കളയാം. ആ ചെയ്ത് പഠിക്കണം, എന്നാലും കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ പ്ലീസ് പ്രൊവൈഡ് വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. മുകളിൽ സിയുടെ മുകളിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഡിലീറ്റ് അല്ലേ സർ? ആ ഡിലീറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ നെയിം സിയുടെയും ഡിയുടെ ഇടയിലൊന്ന് ക്ലിക്ക് ചെയ്ത് ബോർഡറിന്റെ സിയുടെ അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യും. ആ ഇപ്പൊ കറക്റ്റായി. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ പ്ലാറ്റ്ഫോം താഴേക്കും താത്തി സ്ക്രോൾ ചെയ്ത് താഴേക്ക് താത്ത് ആ മോളിൽ പോട്ടെ. ആ ഫുൾ ബിയുടെയും സിയുടെ ഇടയിലുള്ള ബോർഡർ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തേ. ബിയുടെയും സിയുടെയും ബി ആൻഡ് സി ഡബിൾ ക്ലിക്ക് ചെയ്യും. ആ കണ്ട, അപ്പൊ ഇതിങ്ങനെയാണ് ഇതിന്റെ ഒരു 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 ഭംഗിയിൽ വരുത്താനാണ്. ഓക്കെ, ഇനി ആ പ്ലാറ്റ്ഫോം സെലക്ട് പ്രൊഫഷൻ ഫുൾ നെയിം ഉണ്ടല്ലോ, അതൊന്ന് സെലക്ട് ചെയ്ത് ആ റോ സെലക്ട് ചെയ്യും. വണ്ണുമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ റോ സെലക്ട് ആവും. കണ്ടോ? ഇനി അത് ബോൾഡ് ആക്കി ലെഫ്റ്റ് ബോൾഡ്. ഓക്കെ, ഇനി അതിന്റെ കളർ വേറെ ഒന്ന് കൊടുത്ത് ആ ഫിൽ കളർ ഉണ്ട് ബ്ലൂ, അത് വേറെ കളർ കൊടുക്കുക. വേറെ എന്തെങ്കിലും കൊടുത്ത് ഇഷ്ടമുള്ള കൊടുക്കുക, അത് കൊടുക്കുക, ഗ്രീൻ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ. ഓക്കെ, ആ 17 തൊട്ട് താഴേക്കുള്ളത് 17ാമത്തെ റോ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യും. താഴേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ വേഗമില്ല 17 ക്ലിക്ക് ചെയ്തിട്ട് വിടരുത്, താഴേക്ക് തന്നെ പോരാ. അത് തന്നെ കണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് മതി റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഡിലീറ്റ് അടിക്കുക. വെരി ഗുഡ്, മോളിൽ പോട്ടെ, മതി, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏതെങ്കിലും ആ കണ്ടന്റിന്റെ ഉള്ളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും കണ്ടന്റിന്റെ ഉള്ളിൽ ക്ലിക്ക് കൺട്രോൾ അടിക്കുക. ഓക്കെ, കൺട്രോൾ അടിച്ചിട്ട് മുകളിലെ ബോർഡർ കൊടുത്ത് മുകളിലേക്ക് പോട്ടെ. മുകളിൽ അതിന്റെ ബോർഡർ ആ യു കഴിഞ്ഞിട്ട് കണ്ടില്ലേ? യു കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറം എടാ യു കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് പോടാ. ആ അതെ, അതല്ലടാ ആരോമ ക്ലിക്ക് ചെയ്യുക. അതെ എടാ, സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള ആരോ അവിടെ ഓൾ ബോർഡേഴ്സ്. ഓക്കെ, ഇനി ആ ഡിയുടെ ഇയുടെ ഇടയിലൊന്ന് ക്ലിക്ക് ചെയ്തേ. മുകളില് ഡിയും ഇയും അതിന് ഡബിൾ ക്ലിക്ക് ചെയ്യും. കണ്ടെങ്കിൽ ഞാൻ ഡേറ്റ ഇരിക്കണ്ടേ. ഇപ്പൊ കുറച്ച് ഭംഗി വെച്ച് ഒന്നും കൂടെ ഉണ്ട്, ഇതിന്റെ സൈസ് ഒന്ന് കൂട്ടാം മൊത്തത്തിൽ. അത് ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ അടിക്കുക, അതിന്റെ സൈസ് ഒരു പൊടി കൂട്ടുക, മതി. ഇനി നിങ്ങളെ മുകളിൽ ഒന്നും കൂടി ആ ഡിയുടെ ഇയുടെ ഇടയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഇനി സെലക്ട് യുവർ പ്രൊഫഷന്റെ അവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്യുക, ബിയുടെ സിയുടെ ബോർഡറിന്റെ മുകളിൽ ഇടയിൽ. കണ്ടോ? മനാസ് ഐഡി കിട്ടിയോ? കിട്ടി. ഇങ്ങനെ ചെയ്യുമ്പോ നല്ലോണം മനസ്സിലാവും. ഇങ്ങനെ ചെയ്യുമ്പോ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അതെനിക്കറിയാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കണം നിങ്ങളാന്ന് എനിക്കറിയാലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണല്ലോ. നിങ്ങൾ എക്സ്പെർട്ട് ആവുന്ന എനിക്ക് ബാക്കിയുള്ള ഇത് കഴിയുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്തത് എന്തുകൂടെ ചെയ്യണം അറിയാം? ഒന്നും കൂടി അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു സെല്ലിന്റെ ഉള്ളിൽ താഴെ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ സി അടിക്കുക. കൺട്രോൾ സി അടിച്ചിട്ട് അടുത്ത ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. താഴെ പ്ലസ് അടിക്കുക. എന്നിട്ട് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. വെരി ഗുഡ്. ഇപ്പൊ നേരത്തെ ചെയ്ത പോലെ ഒന്നും കൂടി ചെയ്യാം. മുകളിൽ എയുടെയും ബിയുടെയും അത് ഒരുമിച്ച് ചെയ്യാം. ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. വെയിറ്റ് ഞാൻ പറഞ്ഞു തരാം. ആ എയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് മുകളിൽ ലെഫ്റ്റിലെ എവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്ക് എടുക്കുക. റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യും. റൈറ്റിലേക്ക് നീ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റിലേക്ക് പോയാൽ മതി. ഇതാണ് പ്രശ്നം. അങ്ങനെയല്ല. നീ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നില്ലേ, അതുപോലെ തന്നെ മുകളിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്ക് പോവാ. ഏടവിടെ ക്ലിക്ക് ചെയ്യുക. ഏടവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റിലേക്ക് പോട്ടെ. ശരി, ലെഫ്റ്റ് പോട്ടെ. നീ ആ വണ്ണുമ്മ ക്ലിക്ക് ചെയ്തേ.
എന്നിട്ട് താഴേക്ക് വന്നേ. അങ്ങനെയല്ലടാ, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ഓക്കെ ചെയ്യും. ആ ഓക്കെ അതേപോലെ മുകളിൽ ചെയ്യും. അതുപോലെ മോളില് തന്നെ ക്ലിക്ക് ചെയ്യുക, എയില് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റിലേക്ക് പോട്ടെ. ആ അത് തന്നെ. മതി മതി മതി. എന്റെ ദൈവമേ. ഇനി ആ എയുടെയും ബിയുടെ ഇടയിൽ ക്ലിക്ക് ചെയ്യുക, ബോർഡറിന്റെ അവിടെ. കണ്ട, അപ്പൊ എല്ലായിടത്തും ഒരുമിച്ച് വരും. മനസ്സിലായോ? മതി മതി. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് പുറത്ത് ക്ലിക്ക് ചെയ്യും. ഇനി ആദ്യത്തെ ഷീറ്റുമ്മ ക്ലിക്ക് ചെയ്യാം. ഷീറ്റ് 1 ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ഷീറ്റ് 1 ക്ലിക്ക് ചെയ്യാം. ആദ്യത്തെ ഷീറ്റുമ്മ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു സെക്കൻഡ് കേട്ടോ. ഇനി ആദ്യത്തെ നിങ്ങൾ ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്തേ. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് താഴെ. ആ മതി. ഇനി ഒന്നും കൂടി ആ വർക്കിംഗ് പ്രൊഫഷണൽസ് ക്ലിക്ക് ചെയ്തേ. എവിടെയെങ്കിലും താഴെ താഴെ ക്ലിക്ക് ചെയ്തോ. എന്നിട്ട് കൺട്രോൾ അടിക്കുക. എന്നിട്ട് മുകളിൽ ഇൻസെർട്ട് എന്നുണ്ട്, ഇൻസെർട്ട് ഏറ്റവും മുകളിൽ ടാബിൽ ഇൻസെർട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ടേബിൾമ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. കണ്ടോ? ഇത് വെറുതെ പുറത്ത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ജസ്റ്റ് പുറത്തുനിന്ന് നീക്കി ക്ലിക്ക് ചെയ്യാതെ തൊട്ട് ആ ടേബിളും മുട്ടിക്കാണ്ട് അവിടെ കാണുക. കണ്ടോ? ഏറ്റവും മുകളിൽ കണ്ട പ്ലാറ്റ്ഫോം, സെലക്ട് യുവർ പ്രൊഫഷൻ, ഫുൾ നെയിം, ഫോൺ നമ്പർ എന്നൊക്കെ കണ്ടോ? ഇനി നിങ്ങൾ ആ സെലക്ട് യുവർ പ്രൊഫഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഇത് കണ്ടോ, ഒരു താഴേക്കുള്ള ഒരു ആരോ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. സെലക്ട് ഓൾ കൊടുക്കാം. ബിസിനസ് ഓണർ മാത്രം മതി. സെലക്ട് ഓൾ അൺചെക്ക് ചെയ്തേ, സെലക്ട് ഓൾ അൺചെക്ക് ചെയ്യുക. എന്നിട്ട് ബിസിനസ് ഓണർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അടിച്ച് കണ്ടപ്പോ ബിസിനസ് ഓണറിന്റെ ഡേറ്റ മാത്രം കാണാം. ഇത് ആർക്കെങ്കിലും മനസ്സിലായോ? ഒന്നും കൂടി സെലക്ട് യുവർ പ്രൊഫഷൻ ആ ആരോപം തന്നെ ക്ലിക്ക് ചെയ്തേ, അവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ അടിക്കുക. ജോബ്സ് ഒന്നും കൂടി സെലക്ട് ഓൾ അടിച്ച് അവിടെ തന്നെ സെലക്ട് ഓൾ അൺചെക്ക് ചെയ്യുക. ജോബ് സീക്കർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അടിച്ച് ജോബ് സീക്കർ ആരുമില്ല. വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്തേ, ജോബ്സ് സെലക്ട് ഓൾ അടിക്കുക. സ്റ്റുഡന്റ് എടുത്ത് ആരും ഇല്ലാണ്ടിരിക്കേണ്ട സാഹചര്യം വരാൻ പാടില്ലല്ലോ. 2 സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ എന്തിനാ സ്ക്രോൾ അത് കാണാൻ പറ്റുമോ? ഒന്നുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും സെലക്ട് ഓൾ എടുത്ത് ഓക്കെ അടിച്ച് ഓക്കെ അടിച്ചോ. ഇപ്പൊ എല്ലാം കാണാം. ഇനി സ്ക്രീനിൽ ലെഫ്റ്റിൽ കണ്ട എത്ര ഇൻസ്റ്റാഗ്രാം, IG ഉണ്ട്, FB ഉണ്ട്. അല്ല, പ്ലാറ്റ്ഫോമിന്റെ അവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് പ്ലാറ്റ്ഫോമിന്റെ അവിടെ ആരോമ ക്ലിക്ക് ചെയ്യുക. പ്ലാറ്റ്ഫോമിന്റെ അവിടെ കണ്ട നിങ്ങൾക്ക് സെലക്ട് ഓൾ ഉണ്ട്. ഇനി FB എത്ര മാത്രം കിട്ടിയെന്ന് അറിയണമെങ്കിൽ FB അടിക്കുക, ഓക്കെ അടിക്കുക. കണ്ട, വെരി ഇമ്പോർട്ടന്റ് ആണത്. ഇത് ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായോ? വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ്. ഇതിൽ കൂടുതലാവണം എന്നത്തെ ഇത് നമുക്ക് പലതരത്തിലുള്ള ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓപ്ഷൻസ്. പലതരത്തിൽ നമുക്ക് പല കാര്യങ്ങളും ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി കേട്ടോ. നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തത് ടേബിൾ ഫീച്ചർ ഡിസൈൻ ടേബിൾ. ഇനി നമ്മൾ ആ മുകളിൽ ഒരു ടേബിൾ നെയിം കണ്ടോ? ടേബിൾ 1 ലെഫ്റ്റ് 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 ലെഫ്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ടേബിൾ 1 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോ ഒരു സെയിൽസിന്റെ ആണ്, നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? സെയിൽസ് ടേബിൾ എന്ന് കൊടുക്കാം. ഓക്കെ,
ഓക്കെ, ഇവിടെ അത് സ്പേസ് പാടില്ല. ടേബിൾ നെയിം കൊടുക്കുമ്പോൾ സ്പേസ് പാടില്ല. ക്ലിയർ? ഇനി ഇതിനുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. ഇങ്ങനെ നമ്മൾ ടേബിൾ ആക്കണം നമ്മുടെ കണ്ടന്റിനെ. ആ ഫോൺ നമ്പറിന്റെ അവിടെ നിങ്ങൾ ഈയുടെ താഴെ ഒരു കോളം ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് ഈയുടെ താഴെ അവിടെ എല്ലാം ഈയുടെ താഴെ ക്ലിക്ക് തൊട്ട് താഴെ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ വേണമെങ്കിൽ ഞാനൊരു വേറൊരു കാര്യം ചെയ്യുന്ന ആ ഫോൺ നമ്പറിന്റെ താഴെ ഉണ്ടല്ലോ, ഫോൺ നമ്പറിന്റെ താഴെ ആ റോ മൊത്തം ക്ലിക്ക് ചെയ്ത് താഴേക്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയല്ല. ആ ഫോൺ നമ്പറിൽ ക്ലിക്ക്, ആദ്യത്തെ ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക, താഴേക്ക് എന്നിട്ട് സെലക്ട് ചെയ്യുക. നീ ആ കോർണറിലേക്ക് ഒരിക്കലും പോകരുത്. കോർണറിന്റെ പർപ്പസ് അവിടെ പോകരുതെന്ന്. ആ ഫോൺ നമ്പറിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴേക്ക് സെലക്ട് ചെയ്യുക. അവിടേക്ക് പോകണ്ടെന്നാ, താഴേക്ക്. അതാണ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് അതിനുള്ള വാല്യൂസ് ഒക്കെ പോട്ടെ, ഡിലീറ്റ് ചെയ്യുക. ടേബിൾ കോളം. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ഓരോ വാല്യൂസ് ഇട്ട് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യും. ഞാൻ അതിൻ്റെ മുകളിൽ ഓരോ വാല്യൂസ് ഒക്കെ ഇട്ട് ആ ഫോൺ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, എല്ലാം കളഞ്ഞില്ല. ആ ഫോൺ അതിൻ്റെ മുകളിൽ ഹെഡിങ് കൊടുക്കുക, എമൗണ്ട് എന്തെങ്കിലും കൊടുക്കുക. എമൗണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നില്ല, ബട്ട് എമൗണ്ട് ഇത് താഴെ എഴുതാം, 500 600 എന്നൊക്കെ എഴുതാം. മതി, കണ്ട? നിങ്ങളത് അവിടെ ഇട്ടപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഫീച്ചർ അവിടെ എനേബിൾ ആയി. ഓക്കെ, ഇനി എന്തുകൊണ്ടാ ചെയ്യണമെന്ന് അറിയാമോ? ആ ഈടെ അവിടെ ക്ലിക്ക് ചെയ്ത് ഈടെ അവിടെ താഴെ തൊട്ട് താഴെ ഈടെ തൊട്ട് താഴെ ഈടെ തൊട്ട് താഴെ തന്നെ അവിടെ എഴുതാം പ്രോഫിറ്റ് എന്ന് എഴുതാം. ഞാനൊരു കാര്യം കാണിച്ചു തരാനാണ്. അവിടെ ക്ലിക്ക് ചെയ്തു, താഴെ ക്ലിക്ക് ചെയ്തിട്ട് ഒറ്റ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈക്വൽ എന്നുള്ള സാധനം ടൈപ്പ് ചെയ്ത് ഈക്വൽ ടൈപ്പ് ചെയ്യുക, മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്ന പറയുമ്പോൾ ആ 500 അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പ്ലസ് ടൈപ്പ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട, പ്ലസ് ടൈപ്പ് ചെയ്യുക. പ്ലസ് ആ 50 എന്ന് കൊടുത്തേ, എൻ്റർ അടിക്കുക. കണ്ടോ, എല്ലായിടത്തേക്കും ആ സാധനം ഓട്ടോമാറ്റിക്കലി ആഡായി. മനസ്സിലായോ? ആർക്കും മനസ്സിലായില്ല? അതാണ് ഇതിന്റെ ഒരു ഫീച്ചറാണ് ഞാൻ പറയുന്നത്. ഇനി ആ ഷീറ്റ് 1 എടുത്തേ, ഷീറ്റ് 1 ഇതിൽ ഇതിങ്ങനെയൊന്നും പറ്റില്ല. അവിടെ ഇട്ടൊന്നും പറഞ്ഞ താഴേക്കൊന്നും ഓട്ടോമാറ്റിക്കലി ഫില്ല് ആവില്ല. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ടേബിളിലേക്ക് ആക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ടേബിളിന് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പല ഫീച്ചറുകൾ കിട്ടും. ഓക്കെ, ഓക്കെ. ഇനി ഒന്നും കൂടി ടേബിൾ ഇതെടുത്ത് ആ ടേബിൾ ഇത് സെലക്ട് ചെയ്ത് കൺട്രോൾ എടുത്ത് ഇപ്പൊ ലാസ്റ്റ് കാണിച്ചത് ഒരു പ്രാവശ്യം കൂടി കാണിക്കാൻ പറ്റും? അത് എന്താന്ന് ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത്. അതായത് അതൊരു ഫോർമുല വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടേബിൾ ആക്കി കഴിഞ്ഞാൽ ചില ഫീച്ചറുകൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ലാവും. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കിട്ടുമ്പോൾ മനസ്സിലായിക്കോളും. വീഡിയോ കിട്ടുമ്പോൾ അറിയാലോ, ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ലോസ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണോ? ഇവിടെ ഒരു ടേബിൾ ആക്കിയിട്ട് ലോസ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണോ? ആ ക്രിയേറ്റ് ചെയ്ത വെരി ഗുഡ്. ലോസ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് താഴെ പ്ലസ് അടിക്കുക, താഴെ ക്ലിക്ക് ചെയ്യുക. അവിടെ കണ്ട് ഓട്ടോമാറ്റിക്കലി താഴേക്ക് വന്നു, ഓട്ടോമാറ്റിക്കലി വരും. എന്നിട്ട് എന്ത് ചെയ്യാ? അങ്ങനല്ല അതും എന്നിട്ട് അവിടെ ഈക്വൽ അടിക്കുക, എന്നിട്ട് 550 സെലക്ട് ചെയ്യുക.
ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ -100 കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. കണ്ടപ്പോൾ താഴേക്കതെല്ലാം മൈനസ് ചെയ്ത് തരും. മനസ്സിലായോ? ഓക്കെ സർ, ഇപ്പൊ മനസ്സിലായി. ആരാ ചോദിച്ചേ? സ്വൈറ, മനസ്സിലായി. നമുക്ക് ടേബിളിനും പല പേരുകളും കൊടുക്കാം. ടേബിളിന് എങ്ങനെ പേര് കൊടുക്കണമെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി അടുത്തത് ഒന്നും കൂടി ഈ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്ത് കൺട്രോൾ അടിച്ച് അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ അടിച്ച് എന്നിട്ട് ആ ഇൻസെർട്ട് എടുത്ത ഇൻസെർട്ടിന്റെ അവിടേക്ക് ഇൻസെർട്ട് എടുക്കുക. ഇൻസെർട്ടിൽ പിവറ്റ് ടേബിൾ അല്ല, ഹോം എടുത്ത് ഫീച്ചർ ഇതിലില്ലേ, ഹോം എന്ന് പറഞ്ഞ ടാബ് എടുക്കുക. മുകളിൽ മോനെ ഹോം, ലെഫ്റ്റ് പോട്ടെ, ലെഫ്റ്റ് ഹോം എന്ന് കണ്ടില്ലേ? ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്. എടാ ഏറ്റവും ടോപ്പിലിടാ ഹോം. ഇനി ഞാൻ ഡേറ്റയും ക്ലിക്ക് ചെയ്ത ഡേറ്റ മുകളിൽ ഏറ്റവും ടോപ്പ് റൈറ്റ് കൺട്രോൾ സെലക്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ കണ്ടോ ഡേറ്റ എന്നുണ്ട്, ഡേറ്റ ഏറ്റവും ടോപ്പിൽ പോട്ടെ, ഡേറ്റ അത് തന്നെ എടുക്കട്ടെ. ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിരുന്നല്ലോ. വ്യൂ എടുത്ത് വ്യൂവിലാണോ? തൊട്ടപ്പുറത്തെ വ്യൂ എടുത്ത് വ്യൂ അല്ല, അപ്പൊ ഹോം എടുത്ത് അത് ഇതിലല്ല. ഓക്കെ പോട്ടെ. ഓക്കെ, അത് ഒരു സെക്കൻഡ് കേട്ടോ. കണക്ട് പ്രധാനപ്പെട്ടതാണ് കേട്ടോ അത്. സെലക്ട് ചെയ്യാണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് താഴെ പുറത്ത് ക്ലിക്ക് ചെയ്ത് ഇനി എന്നിട്ട് ഫയലല്ല ഹോമില് ഹോമല്ല, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആണോ? റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്. അത് ഡേറ്റയിൽ കാണുന്ന ഡേറ്റ എടുത്തേ. എവിടെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്? ടെക്സ്റ്റ് ടു കോളംസിന്റെ റൈറ്റ് സൈഡിൽ. ടെക്സ്റ്റ് കോളം അവിടെയാണ്. ഓക്കെ ഇതിന്റെ പുതിയ സാധനം ടെക്സ്റ്റ് കോളം കണ്ടോ? അവിടെ തന്നെ ഡേറ്റ എടുക്കുക. ആ ടെക്സ്റ്റ് കോളം കണ്ടോ? ടെക്സ്റ്റ് കോളം റൈറ്റിലേക്ക് പോട്ടെ, റൈറ്റിലാണ്. അതിന്റെ അതിന് തൊട്ടപ്പുറത്തെ ഫ്ലാഷ് ഫിൽ ഉണ്ട്. അതല്ല ഫ്ലാഷ് ഫിൽ നമ്മൾ പഠിപ്പിക്കാം. അതായത് താഴെ എടുത്ത് കണ്ടോ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്, അതുമ്പോ ക്ലിക്ക് ചെയ്യാം. പക്ഷെ ഇത് സെലക്ട് ചെയ്തിട്ടില്ലല്ലോ സാർ. അല്ല സെലക്ട് ചെയ്തോ കൺട്രോൾ അടിക്കുക. ക്ലിക്ക് ചെയ്തോ, കണ്ടോ അത് കാണിക്കുക. ഓക്കെ അടിച്ചേ, നോ ഡ്യൂപ്ലിക്കേറ്റ് ഫൗണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെ സെലക്ട് ചെയ്യേണ്ടത്. ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ നോക്കട്ടെ. എനിക്ക് എൻ്റെ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടേ. ഓക്കെ, വേറൊരു പ്രധാനപ്പെട്ട സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഞാനത് നോക്കട്ടെ, ഞാനൊന്ന് കാണിച്ചു തരട്ടെ. എൻ്റെ നോക്കണം അത് ശരിക്കും. ഇനി ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ടതാണ് ഇൻസെർട്ട് എടുത്ത് അതിൽ സ്ലൈസ് ഡിസൈൻ ഉണ്ട്. ഇൻസെർട്ട് സ്ലൈസ് റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ്? ഒരു സെക്കൻഡ്, നിങ്ങളുടെ അതിലേക്ക് എനിക്കറിയില്ല. ഒരു മിനിറ്റ്. സ്ലൈസർ എന്നുണ്ട്, അതുണ്ട്. റൈറ്റിക്ക് പോട്ടെ, സ്ലൈസർ. ഫിൽറ്ററിന്റെ അവിടെ സ്ലൈസർ, അതല്ല അതിന്റെ തൊട്ട് മുന്നേ സ്ലൈസർ, അതിന് മുന്നേ. എടാ അവർ തൊട്ടിട്ടാണ്. സ്ലൈസർ ക്ലിക്ക് ചെയ്ത് ഷോ കൊടുത്തേ ഓൾ കണക്ഷൻ. അതിൻ്റെ ഉള്ളിൽ കണക്ഷൻ ടു ദിസ് വർക്ക് ബുക്ക് കൊടുത്തേ. അതിങ്ങനെ മൊത്തം സെലക്ട് ചെയ്യണമെന്നുള്ളൂ. ഇതിലൊന്നും കിട്ടുന്നില്ല കേട്ടോ സാർ. അത് ക്ലോസ് ചെയ്ത് ഞാനത് കാണിച്ചു തരാം. എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിനു മുന്നേ
ഇന്നത്തെ വേറൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എടുക്കുക. ഇത് നിങ്ങൾ എല്ലാവരും ശരിക്കും ചെയ്യുക കേട്ടോ. ഞാൻ സ്ലൈസർ കാണിച്ചാൽ ശരിക്കും സ്ലൈസർ നമ്മുടെ പവർ ബിയിൽ കുറെ ഉണ്ട്. എനിക്ക് ഇതിന്റെ സ്ക്രീൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഞാൻ അടുത്തൊരു പ്രധാനപ്പെട്ട സാധനം കാണിച്ചു തരാം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഫയൽ എടുക്കുക. ന്യൂ ഫയൽ എടുക്കുക. എല്ലാവരും ഇത് നിങ്ങൾക്ക് ഇത് വളരെ പ്രാക്ടിക്കലി ഉപയോഗിക്കേണ്ടി വരുന്ന സാധനമാണ് അടുത്ത് ഞാൻ പറയാൻ പോണേ. എല്ലാവരും അത് ശ്രദ്ധിച്ച് നോട്ടേജ് എടുത്താലും കുഴപ്പമില്ല, അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പെട്ടെന്ന് വേണം അതിന്റെ ഡേറ്റ മനാസ് എഴുതാൻ. ഓക്കെ, അവിടെ ഒരു സ്ക്രീനിന്റെ ഒരു സെന്ററിലേക്ക് വന്നിട്ട് ടാബുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും സെന്ററിലേക്ക് കുറച്ച് താഴേക്ക് താത്ത്, കുറച്ചും കൂടി താഴേക്ക് താത്ത്, കുറച്ചുകൂടി വേണം താഴേക്ക്, ഒരു 5ാമത്തെ റോയിലേക്ക് പോവാം. അതെ, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അവിടെ പെട്ടെന്ന് എഴുതാം അക്കാഡമിക് കൗൺസിലർ. പെട്ടെന്ന് എഴുതാം അക്കാഡമിക് കൗൺസിലർ. അക്കാഡമിക് കൗൺസിലർ. അവസാനം മുകളിൽ ടാബുമ്പോൾ ക്ലിക്ക് ചെയ്ത് ചെയ്യാം. ആ ജെയുടെയും കെയുടെയും മുകളിൽ ക്ലിക്ക് ചെയ്യും. ജെയുടെയും കെയുടെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യും. ആവുന്നില്ലല്ലോ. അവിടെ ആവും. നിങ്ങളെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പിടിച്ചോണ്ടൊന്നും ക്ലിക്ക് ചെയ്ത് കിട്ടില്ല. ഇപ്പൊ എങ്ങനെയായ ഇനി വീണ്ടും അക്കാഡമിക് കൗൺസിൽ കഴിഞ്ഞ തൊട്ട് അടുത്ത് ക്ലിക്ക് ചെയ്യുക. അതിന്റെ അപ്പുറത്തെ കോളത്തിൽ അപ്പുറത്തെ കോളം അവിടെ ക്ലിക്ക് ചെയ്യുക. കോഴ്സസ്. പെട്ടെന്ന് അവിടെ കോഴ്സസ്. അടുത്തതിൽ ക്ലിക്ക് ചെയ്യുക. ഫീ. കോഴ്സസ് ഫീ. അടുത്തത് റവന്യൂ. അടുത്തത് പ്രോഫിറ്റ്. ഇനി അക്കാഡമിക് കൗൺസിൽ ഇത് ഭയങ്കര സ്ലോ ഇതാവാൻ. ഇനി അടുത്തത് അക്കാഡമിക് കൗൺസിലിന് താഴെ ടൈപ്പ് ചെയ്യുക അനസ്. അതിന് കോഴ്സിന്റെ അവിടെ കോഴ്സ് വേറെ ഫീ വേറെ കേട്ടോ. കോഴ്സിന്റെ അവിടെ BBA ഫീ 5,000. എല്ലാവരും ശ്രദ്ധിക്കാം. പ്രോഫിറ്റ് അല്ല റവന്യൂ 50,000 ഉണ്ടോ? അല്ല, ഫീ കുഴപ്പമില്ല. ഫീ റവന്യൂ 50,000. പെട്ടെന്ന്. പ്രോഫിറ്റ് 25,000. ഇനി താഴെ അനസിന്റെ താഴെ രാജ് BCA കോഴ്സ് BCA ഫീ 3,000. റവന്യൂ 20,000. പ്രോഫിറ്റ് 5,000. ഇനി രാജിന്റെ താഴെ മാർട്ടിൻ കോഴ്സ് BCom ഫീ 10,000. റവന്യൂ 50,000. പ്രോഫിറ്റ് 10,000. അടുത്തത് സാദിഖ് BA കോഴ്സ് BA 25,000. 60,000. ഇഷ്ടമുള്ള എമൗണ്ട് കൊടുക്കാം. എന്നിട്ട് അക്കാഡമിക് കൗൺസിലറിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ അടിച്ച് അക്കാഡമിക് കൗൺസിലർ അവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ അടിക്കുക. ഓക്കെ, എന്നിട്ട് ബോർഡർ കൊടുത്തേ. ബോർഡർ വെരി ഗുഡ്. ബോർഡർ കൊടുക്കുക. പഠിച്ചു. ഇനി ആ അക്കാഡമിക് കൗൺസിലർ കോഴ്സ് ഫീ അത് മാത്രം സെലക്ട് ചെയ്ത കോളം മുകളിലത്തെ ഹെഡിങ് അത് തന്നെ. അത് ബോൾഡ് ആക്കുക. ബോൾഡ്. അതിന് ഫില്ല് ചെയ്തോ കളർ ഫില്ല് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് ഒരു റിപ്പോർട്ട്. ഇപ്പൊ പഠിച്ചു. വെരി ഗുഡ്. ഇപ്പൊ പഠിച്ചു. ശ്രദ്ധിക്കാട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക, എന്നാലത് മനസ്സിലാവും. ഇത് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ടഫാണ്. നിങ്ങള് ഇപ്പൊ മനാസ് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന്റെ അക്കാഡമിക് കൗൺസിലേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ടീം ലീഡറാണ്. ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇല്ല. എല്ലാരും ശ്രദ്ധിക്കട്ടെ, ഇതൊരു റിയൽ സിറ്റുവേഷൻ ആണ്. ആ റിയൽ സിറ്റുവേഷന്റെ ഒരു സാധനം എന്ന് പറയാം. ഇതെല്ലാവരും ശ്രദ്ധിച്ചാലും കിട്ടും.
ഇതൊരു റിയൽ ഇതാണ്. അപ്പൊ മനാസ് ഒരു ടീം ലീഡറാണ്. അപ്പൊ മനാസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു റിപ്പോർട്ടാണത്. അനസ് BBA കോഴ്സിന് ഇത്തരം ഫീ കളക്ട് ചെയ്തു, ഇത്തരം റവന്യൂ കളക്ട് ചെയ്തു, ഇത്തരം പ്രോഫിറ്റ് കളക്ട് ചെയ്തു. ക്ലിയർ? മനാസ് ഡയറക്ടറെ കാണാൻ പോവാണ്. ഡയറക്ടറെ കാണാൻ പോകുമ്പോൾ മനാസിന് ഇതെല്ലാം കാണിക്കേണ്ട കാര്യമില്ല. മനാസിന് എന്തൊക്കെ കാണിക്കണം? ഏതൊക്കെയാണ് കോഴ്സ് ഫീ, ആ കോഴ്സ് ഫീ സെലക്ട് ചെയ്ത കോഴ്സ് ഫീ കാണിക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ പ്രോഫിറ്റും കാണിക്കാം. ഇതാണ് ഒരു ഡയറക്ടറെ കാണിക്കേണ്ട കാര്യമുള്ളൂ. ശരിയാണോ? ശരിയാണോ? ഇനി മനാസിന്റെ ടീം മീറ്റിംഗ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇതെല്ലാം കാണിക്കണം. ഓരോരുത്തർക്കും ഓരോ ഇനി ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരു സ്റ്റുഡന്റിന് എന്തൊക്കെ കാണിക്കണം? അക്കാഡമിക് കൗൺസിലറെ കാണിക്കേണ്ട കാര്യമില്ല. സ്റ്റുഡന്റിന് എന്തൊക്കെ കാണിക്കണം? കോഴ്സും അതിന്റെ ഫീയും കാണിക്കണം. ശരിയാണോ? ഓക്കെ. ഇതെങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോ വ്യൂ സെറ്റ് ചെയ്യാൻ പോകണം. ഡയറക്ടറെ കാണിക്കണു. അപ്പൊ ആദ്യം തന്നെ നമുക്കിപ്പോ വേണമെങ്കിൽ അക്കാഡമിക് ഇവരെ കാണിക്കാൻ പോവാണ്. ആരെ? ഡയറക്ടറെ കാണിക്കാൻ പോകുമ്പോൾ അക്കാഡമിക് കൗൺസിലറെ കാണിക്കണം. അപ്പൊ ജെയുടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് ജെയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഹൈഡ് ചെയ്യുക. ഓക്കെ. ഇനി ഫീയും റവന്യൂം സെലക്ട് ചെയ്ത് മുകളിൽ LMM സെലക്ട് ചെയ്യുക, മുകളിൽ ക്ലിക്ക് ചെയ്യുക, എല്ലാം തന്നെ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഹൈഡ് ചെയ്യുക. ഓക്കെ. ഇനി ആ കോഴ്സസും പ്രോഫിറ്റും മാത്രം സെലക്ട് ചെയ്യുക. അല്ലല്ല അങ്ങനെയല്ല, കോഴ്സും പ്രോഫിറ്റും മാത്രം താഴേക്ക്. എടാ കോഴ്സസിന് അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് എടുക്കാത്ത തന്നെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വ്യൂ എടുക്കുക. വ്യൂ അവിടെ കസ്റ്റം വ്യൂ ഉണ്ട്. ശ്രദ്ധിക്കട്ടെ എല്ലാവരും, കസ്റ്റം വ്യൂ എടുത്തോളൂ. കസ്റ്റം വ്യൂല് നമ്മളൊരു വ്യൂ അവിടെ ഇത് ചെയ്യാൻ പോകണം. അവിടെ ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുക, ആഡ്. ഓക്കെ. ഇവിടെ നമ്മളൊരു പേര് കൊടുക്കാണ് ഡയറക്ടർ. ഡയറക്ടറിന്റെ വ്യൂ ആണത്. ഓക്കെ അടിച്ചോളൂ. ഡയറക്ടർ വ്യൂ ആയി. ഇനി അവിടെ ആ കോഴ്സസിന് അവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് അടിക്കുക, അൺഹൈഡ് ചെയ്യുക. കോഴ്സസ് ഫുള്ളും വേണം സർ? അവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച് അൺഹൈഡ് ചെയ്യുക. അങ്ങനെ വേണ്ട മോനെ, അവിടെ വെറുതെ ക്ലിക്ക് ചെയ്തിട്ട് അൺഹൈഡ് കൊടുക്കുക. അങ്ങനെയല്ല, അവിടെ ഇല്ല. ആ മുകളിൽ കോളത്തിന്റെ മുകളിൽ പോട്ടെ, കേടെ അവിടെ ക്ലിക്ക് ചെയ്യുക, കെ റൈറ്റ് ക്ലിക്ക് അടിക്കുക, അൺഹൈഡ്. കൺട്രോൾ ഇസഡ് കേടെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടി അൺഹൈഡ് താഴേക്ക് വരട്ടെ. എന്നിന്റെ ആൾ ക്ലിക്ക് ചെയ്തേ. അൺഹൈഡ് അടിച്ച താഴേക്കൊക്കെ എന്തിനു മൗസ് മൂവ് ചെയ്യുന്നത് എനിക്കറിയില്ല. കൺട്രോൾ ഇസഡ് എടുത്തേ. ഒന്നൊരു കൺട്രോൾ ഇസഡ്. ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഇല്ലല്ലോ? ഇല്ല. ഇനി ഇപ്പൊ ഉള്ള ഈ അക്കാഡമിക് കൗൺസിൽ മൊത്തം സെലക്ട് ചെയ്യാം. മൊത്തം ആ ടേബിൾ മൊത്തം. ഇവൻ ഈ സ്ക്രോളിംഗ് ആണ്. കൺട്രോൾസ് റെഡി. മൗസ് ഇല്ലാത്തതുകൊണ്ട്. ഇല്ലില്ല, അക്കാഡമിക് കൗൺസിലിനോട് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാം. റൈറ്റിലേക്ക് പോട്ടെ, റൈറ്റിലേക്ക്. അവിടെ വരാടാ, ആ ടേബിൾ വരാൻ പോലെ. ഇനി വീണ്ടും കസ്റ്റം വ്യൂ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഇനി വീണ്ടും ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യാം. സ്റ്റുഡന്റ് വ്യൂ അല്ല, കൗൺസിലർ വ്യൂ. സ്റ്റുഡന്റ് മാറ്റാം. കൗൺസിലർ വ്യൂ, അക്കാഡമിക് കൗൺസിലർ വ്യൂ ആണ്. ഓക്കെ അടിക്കുക.
ഓക്കെ. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് കൗൺസിൽ എന്നുള്ളത് ഹൈഡ് ചെയ്യുക. ജെയോടെ ക്ലിക്ക് ചെയ്യേ. ഓക്കെ. ആ റവന്യൂ പ്രോഫിറ്റ് സെലക്ട് ചെയ്ത് ഹൈഡ് ചെയ്യുക. എടാ മുകളിൽ ചെയ്യടാ, ഇത്രയും പറഞ്ഞിട്ട് തെറ്റിക്കില്ല പോരാ. ഓക്കെ. സ്റ്റുഡന്റ് നമുക്ക് ഇത്രയും കാണിച്ചാൽ മതി. വീണ്ടും കോഴ്സും ഫീയും അത് മൊത്തം സെലക്ട് ചെയ്യുക. വീണ്ടും കസ്റ്റം വ്യൂ എടുക്കുക. ഓക്കെ. ന്യൂ അടിക്കുക, ആഡ് അടിക്കുക. അവിടെ സ്റ്റുഡന്റ് വ്യൂ എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റം വ്യൂകൾ സെലക്ട് ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സപ്പോസ് ഒരു ഡയറക്ടറെ കാണാൻ പോവാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഡയറക്ടറിന്റെ വ്യൂ മാത്രം എടുക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കസ്റ്റം വ്യൂ എടുത്തേ. കസ്റ്റം വ്യൂ എടുത്തേ. മുകളിൽ കസ്റ്റം വ്യൂ എടുക്കുക, ഡയറക്ടർ വ്യൂ സെലക്ട് ചെയ്യുക. ഡയറക്ടർ സെലക്ട് ചെയ്യുക, ഷോ കൊടുക്കുക. കണ്ട, കോഴ്സസും പ്രോഫിറ്റും മാത്രം വന്നു. വീണ്ടും കസ്റ്റം വ്യൂ എടുത്തേ. ഇനി നിങ്ങൾ സ്റ്റുഡന്റ് വ്യൂ എടുക്കുക, ഷോ ക്ലിക്ക് ചെയ്യുക. കണ്ട, കോഴ്സും ഫീയും വന്നു. വീണ്ടും കസ്റ്റം വ്യൂ എടുത്തേ. കൗൺസിലർ വ്യൂ അല്ലേ? ഷോ കൊടുക്കുക. അപ്പൊ കംപ്ലീറ്റ് വരും. മനസ്സിലായോ? നമുക്ക് തന്നെ അവിടെ വ്യൂകൾ സെറ്റ് ചെയ്യാം. ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായി സാർ. മനസ്സിലായി. ഇല്ല. മനസ്സിലായി. വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇത് കുറെ ഉണ്ട്. ഞാനിത് കുറെ ഇനിയുണ്ട് കുറച്ചും കൂടി. ഇതെല്ലാം നിങ്ങൾ അടുത്ത ദിവസം ചെയ്തിട്ട് വന്നാലാണ് കാര്യമുള്ളൂ. അടുത്ത ദിവസം എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. ഒരുപാട് കാര്യമുണ്ട്. ഇനി ഒന്നും കൂടി, ആ താഴെ പുതിയ ഷീറ്റ് എടുത്തേ. വെരി ഗുഡ്. മനാസിന് ചെയ്യേണ്ട കാര്യമില്ല, മനാസ് ഓൾറെഡി ചെയ്തു. ഇനി മനാസ 1-ന്റെ അവിടെ ജാനുവരി ക്ലിക്ക് ചെയ്തേ. ടൈപ്പ് ചെയ്യാം ജാനുവരി. ഫുൾ ടൈപ്പ് ചെയ്യാം. ഫുൾ ടൈപ്പ് ചെയ്തു. എടാ ഫുൾ ടൈപ്പ് ചെയ്ത് ജാനുവരി, JNUARY. ഇനി ആ ഓരോന്നിനും ഓരോ പ്രധാനപ്പെട്ട കോർണർ ഉണ്ടോ? മനാസ് ഞാൻ സെലക്ട് ചെയ്യാൻ പറയുമ്പോ കോർണറിൽ കൊണ്ട് വലിക്കരുത്. ഇപ്പൊ കോർണറിലേക്ക് വന്നേ. ഇപ്പൊ കോർണറിലേക്ക് പോവാ. താഴത്തെ കോർണർ, താഴത്തെ ജാനുവരിയുടെ കോർണർ, വൈയുടെ അവിടെയുള്ള കോർണർ. കണ്ട, അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് അല്ല അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് പ്ലസ് വന്നു. എന്താ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 12th വരെ പോട്ടെ. ഡിസംബർ വരെ പോട്ടെ. കണ്ട, ഇത് ഓട്ടോഫില്ലാണ്. ആണോ? ഇനി നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് റൈറ്റിലേക്ക് നീക്കിയിട്ട് മൗസ് റൈറ്റിലേക്ക് നീക്കാം. ഒരു എഫിന്റെ അവിടേക്ക് പോയി. എഫിന്റെ അവിടേക്ക് ഇതേ പോണു. റൈറ്റിലേക്കൊക്കെ നീക്കാൻ പറഞ്ഞാൽ എടാ ലെഫ്റ്റിലേക്ക് പോട്ടെ. ലെഫ്റ്റിലേക്ക് പോട്ടെ. വെറുതെ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യാനും പറയണത്. ഓക്കെ. ഇനി നിങ്ങൾ അവിടെ ഏന്ന് ടൈപ്പ് ചെയ്തേ. ഇനി ആ സ്ക്രോൾ ചെയ്തിട്ട് താഴേക്കൊന്ന് വലിച്ച് ആ പ്ലസ് വരണോ? പ്ലസ് വന്നൊരു വലിക്കണോ? മതി മതി. എല്ലാം എന്നാണ് വന്നത്. ശരിയാണോ? ഓക്കെ. ഇനി നിങ്ങൾ അവിടെ ആ എയുടെ അത് കൺട്രോൾ അടിച്ചേ. ഇനി എയുടെ താഴെ ബി ടൈപ്പ് ചെയ്തേ. ബിയുടെ താഴെ സി ടൈപ്പ് ചെയ്തേ. സിയുടെ താഴെ ഡി ടൈപ്പ് ചെയ്തേ. ഡിയുടെ താഴെ ഇ ടൈപ്പ് ചെയ്തേ. എഫ് ജി എച്ച് മതി. ഇനി നമുക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി ആ ABCDEFGH സെലക്ട് ചെയ്ത്
സെലക്ട് ചെയ്യണമെന്നില്ല, കുഴപ്പമില്ല, അവിടെ വെയിറ്റ് ചെയ്യാം. ഇനി ഞാൻ കസ്റ്റം ലിസ്റ്റ് വേണ്ട പുറത്ത് ക്ലിക്ക് ചെയ്ത് അതിന് പുറത്ത് നേരത്തെ പുറത്ത് ക്ലിക്ക് ചെയ്യും. ഇനി നിങ്ങൾ കസ്റ്റം ലിസ്റ്റ് നമുക്ക് അറിയാം. ഞാൻ ചെയ്ത് അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കസ്റ്റം ലിസ്റ്റ് എന്ന്. ഫയലുമ്പോൾ ക്ലിക്ക് ചെയ്ത് താഴെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഫയലിന്റെ താഴെ ഓപ്ഷൻസ്. ഇതല്ലേ സർ? ആ ഓപ്ഷൻസ്, അതില് അഡ്വാൻസ്, അതിന് റൈറ്റ് സൈഡ് താഴേക്ക് താത്തി പയ്യെ. അതിൽ ജനറൽ കാണാം. ജനറൽ താഴേക്ക് താത്തിക്കോളും. ജനറൽ ജനറൽ താഴേക്ക് താത്ത. കണ്ട താഴേക്ക് താത്തിക്കോളും. ജനറൽ ഒന്നും താത്തി പയ്യെ. മതി മതി. അവിടെ എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് കണ്ടോ? ഓക്കെ. ക്ലിക്ക് ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, കണ്ട അവിടെ ഓൾറെഡി ഉള്ള ലിസ്റ്റുകൾ ലെഫ്റ്റിലുണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ ലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാം. അതിന് നിങ്ങൾ ആ ഇമ്പോർട്ടിന്റെ തൊട്ട് മുന്നേ ഒരു ആരോ ഉണ്ടോ? ഇമ്പോർട്ടിന്റെ തൊട്ട് മുന്നേ ഒരു ആരോ, അതുമ്മ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ആ മുകളിൽ എ തൊട്ട് എച്ച് വരെ സെലക്ട് ചെയ്യുക. എ തൊട്ട് എച്ച് വരെ. വെരി ഗുഡ്. സെലക്ട് ചെയ്തിട്ട് അതിന്റെ ആ റൈറ്റ് സൈഡിൽ ഒരു ഇമേജ് കണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ തന്നെ അതുമ്മ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട്. അപ്പൊ സാധനം അവിടെ ലിസ്റ്റ് ആയി. ക്ലിയർ? ഓക്കെ അടിക്കുക. ഓക്കെ അടിക്കുക. ഇനി നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്ന അറിയാമോ? ഏതെങ്കിലും കോളത്തിൽ എ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തോ. എ 5 താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് ആ കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ കണ്ടോ? ആർക്കെങ്കിലും പഠിച്ചോ? മനസ്സിലായോ? ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ലിസ്റ്റ് കണ്ടെത്താം. നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന ടേമുകൾ നമുക്ക് തന്നെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഐഡിയ കിട്ടിയോ? കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി. വീണ്ടും ഹോമിലേക്ക് പോയ ഹോം ഏറ്റവും ടോപ്പിലാ. ഇനി വേറെ നിങ്ങൾ ചെയ്ത് ഇതിനാണ് കസ്റ്റം ലിസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ട്. എല്ലാവർക്കും ചെയ്യണോ? മതിയോ? ഈ കസ്റ്റം ലിസ്റ്റ് എവിടെ എങ്ങനെയൊന്ന് ആവശ്യം വരിക? ഒരു എക്സാമ്പിള് മനസ്സിലായി. നിങ്ങൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തില് പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് അവിടെ കൊടുത്ത് ഏതെങ്കിലും ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്ത് മനസ്സ് എടാ അവിടെ അല്ലടാ കുറച്ച് സെന്ററിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യടാ. അവിടെ ക്ലിക്ക് ചെയ്യും. അപ്പൊ അവിടെ ടൈപ്പ് ചെയ്ത് BBA, താഴെ BCom, താഴെ BCom BCA, BSc. ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കോമൺലി ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങൾ എപ്പോഴും കാണും. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും അവിടെ കൊണ്ടുപോയി ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ അവിടെ ക്ലിക്ക് ഒരു BBA ക്ലിക്ക് ചെയ്ത് താഴേക്ക് കുറേ സാധനങ്ങൾ വരും. നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആരാ ചോദിച്ചേ? ഫാത്തിമയ്ക്ക് ഉത്തരം കിട്ടിയോ? കിട്ടി. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ കോമൺലി ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. മനസ്സിലായോ? എപ്പോഴും ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ വേണമെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റാഫുകളുടെ ലിസ്റ്റ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ സ്റ്റാഫിന്റെ കാര്യങ്ങൾ എപ്പോഴെപ്പോഴും ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങൾ വരും. ക്ലിയർ? ഓക്കെ. ഇനിയും ഒരു സാധനം കൂടി ഉണ്ട്. അത് ഞാൻ അടുത്ത ദിവസം എടുക്കാന്നാ. കുറച്ചുകൂടി ഉണ്ട്. ഇത് മതി ഇന്നത്തെ. ചെയ്തു നോക്കണോ? അടുത്തെടുക്കണോ?
പെട്ടെന്ന് പറയൂ. ഓക്കെ, എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുന്ന എല്ലാവരും പ്ലീസ്.